പിന്നെ ഇവിടുന്ന് നേരെ നമ്മുടെ ഡൈനിങ് ഏരിയ കേട്ടോ. അതായത് ഇവിടെ ഇങ്ങനെ ലിവിങ്, ജസ്റ്റ് ഇങ്ങോട്ട് ഡൈനിങ് ഏരിയ. ഈ ടി വി യൂണിറ്റിന്റെ ഈ പോർഷനിൽ ചെറിയൊരു ഭാഗം നമ്മൾ ഇങ്ങനെ വിട്ടിട്ടോ, അത്രയും ക്ലോസ് ആവേണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അവിടെ നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. ഇത് നമുക്ക് ഭയങ്കരമായിട്ട് തൃപ്തിയായ സ്ഥലമാണ്. നമ്മൾ വീഡിയോകളിലും ഒക്കെ കാണും ഇങ്ങനത്തെ വുഡൻ ഡൈനിങ് ടേബിളുകൾ. എനിക്കും ഫെബിക്കും ഭയങ്കര ഇഷ്ടമാണ് വുഡൻ ടേബിൾ. അതുകൊണ്ട് അത് നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിരിക്കുമല്ലോ വിചാരിച്ചിട്ട് നമ്മൾ തുടക്കത്തിലൊന്നും അതിനെക്കുറിച്ച് ചിന്തിച്ചതേയില്ല. അവസാനം പിന്നെ നമുക്കൊരു 1 വീക്ക് താഴെ സമയമുള്ള സമയത്ത് ആ സമയത്ത് നമ്മളിത് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. പക്ഷെ എവിടെയും സാധനം നമ്മൾ വിചാരിച്ച ഈ ഒരു സംഭവം നമുക്ക് കിട്ടാനേ ഇല്ല. ഒക്കെ നമുക്ക് ആ ഒരു ഗ്ലാസ് ടോപ്പ് അല്ലെങ്കിൽ ഒരു മാർബിൾ ടോപ്പ് അങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ തീരുമാനിച്ചു ശരി നമുക്ക് ഡൈനിങ് ടേബിൾ വേണ്ട, സാവധാനം നമുക്ക് ഇഷ്ടപ്പെട്ടത് പിന്നെ ഡൈനിങ് ടേബിൾ ഇല്ലാതെ ഹൗസ് വാമിംഗ് നടത്താം അങ്ങനെ നമ്മൾ തീരുമാനിച്ചു. പിന്നെ നമ്മള് ജസ്റ്റ് നമ്മൾ എന്താ പറയാ, നമ്മൾ വിചാരിച്ചു പോയതല്ല, വേറെ എന്തോ വാങ്ങിക്കാൻ പോയ സമയത്ത് നമ്മളൊരു ഷോപ്പ് കണ്ടു, അവിടെ കയറി ഈ ഒരെണ്ണ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കണ പോലെ ഈ ഒരെണ്ണ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതേപോലെ കേട്ടോ ഈ ചെയറടക്കം അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച അതുപോലെ തന്നെ നമ്മുടെ വീട് ഒരു സെമി ട്രഡീഷണൽ ലുക്ക് വരുന്ന സംഭവമാണല്ലോ. അപ്പോൾ അതിലേക്ക് മാച്ച് ആവുന്ന തരത്തിൽ കണ്ടോ ഇതിന്റെ ഈ കാലൊക്കെ കണ്ടോ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അല്ലെ? ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചിലപ്പോ നമുക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടോളന്നില്ല, കാരണം ഇത് ഒരു എന്താ പറയാ ഓൾഡ് മോഡലാണെന്നോ അങ്ങനെയൊക്കെ അല്ല, ഇഷ്ടം ഡിപ്പെൻസ് ആണ്, ഓരോരുത്തർക്കും ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടു മാത്രമേ പറയുള്ളൂ, നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടത്. അതേപോലെ ചെയർ ആണെങ്കിലും വുഡൻ തന്നെയാണ്, പിന്നെ ഇവിടെ ഒരു കുഷ്യൻ പോലെ അങ്ങനത്തെ ഒരു അത് ഇതിലേക്ക് കറക്റ്റ് നല്ല മാച്ച് ആണ് കണ്ട ഈ ബാക്കൊക്കെ. പിന്നെ ഇവിടെ നമുക്ക് ലോങ് വിൻഡോ ആണുള്ളത്, അതുകൊണ്ട് നമ്മൾ ഇവിടെ അങ്ങനത്തെ ഒരു ലോങ് കർട്ടൻ അവിടുന്ന് നമുക്ക് പുൽത്തകിടിയിലേക്കുള്ള വ്യൂ കിട്ടും. ഇവിടെ നമ്മൾ സീലിംഗ് ഫാൻ വെച്ചിട്ടില്ല, അപ്പൊ നമ്മൾ ഇവിടെ ഒരു വാൾ ഫാൻ വെച്ചേട്ടോ. നമ്മൾ ഡൈനിങ്, കിച്ചൺ, അതിന്റെ ഇടയിലായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. വാഷ് ബേസിൻ ഇവിടെ വെച്ചിട്ടുള്ളത് പല ആൾക്കാർക്കും പറ്റുന്നതാണ്. സ്ക്വയർ ടൈപ്പ് വാഷ് ബേസിൻ നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മൾ റെസ്റ്റോറന്റിലൊക്കെ പോകുമ്പോ കണ്ടിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരു പെട്ടി വെച്ചതുപോലെ ഉണ്ടാവും കേട്ടോ. അതിന്റെ അടിഭാഗമൊക്കെ ഇങ്ങനെ ഫ്ലാറ്റ് ആയിരിക്കും. എന്നിട്ട് ഈ ആൾക്കാർ ഈ ഭക്ഷണം കഴിച്ചതിന്റെ വേസ്റ്റ് കിടക്കും. അപ്പൊ ഭംഗി കുറച്ച് കുറഞ്ഞാലും നമ്മൾ ഇങ്ങനെ സ്ലോപ്പ് ആയിട്ടുള്ള മാക്സിമം പെട്ടെന്ന് ഫ്ലോ വെള്ളം ഫുള്ള് ഒഴുകി സാധനമൊക്കെ ഇങ്ങോട്ട് താഴേക്ക് ഈ സെന്ററിലേക്ക് വരുന്ന രീതിയിലുള്ള ഈ ഒരു സംഭവം ചൂസ് ചെയ്തു. പിന്നെ സാധാരണ നമുക്ക് ഈ ഒരു വാഷ് ബേസിൻ ഏരിയ പല ഡെക്കറേഷൻ സംഭവങ്ങളൊക്കെ ചെയ്യും അല്ലേ. അപ്പൊ എനിക്ക് പൊതുവെ ടൈല് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റോൺ വെക്കും. പിന്നെ സ്റ്റോണിന്റെ പ്രശ്നം അതിനകത്തൊക്കെ കുറെ ഗ്യാപ്പുകൾ ഉണ്ടാവും, പൊടികളൊക്കെ ഇങ്ങനെ അവിടേക്ക് ഇരിക്കും. എന്തായാലും നമ്മൾ വീടുകളിൽ പൊടി കയറും, അത് വേറെ. പിന്നെ അതിനുള്ള സ്പേസ് നമ്മൾ കുറെ ഒഴിവാക്കി എന്നുള്ളതാണ്. കൈ കഴുകണം എന്തായാലും വെള്ളം തെറിച്ചിട്ട് ഉണ്ടാകുമ്പോ നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും.